അങ്ങനെ നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര എന്ന ചെന്താമരാക്ഷന് സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. വധശിക്ഷ വിധിച്ചപ്പോൾ കോടതി കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷണത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. സജിത വധക്കേസിൽ കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് ഇറങ്ങിയ പ്രതി ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചു എന്നത് മാത്രമല്ല, ഇരട്ട കൊലപാതകം ചെയ്തു എന്നത് കോടതി പറയുന്നത് അറപ്പുളവാക്കുന്ന മാത്രമല്ല അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമാണ് ചെന്താമര ചെയ്തത്. അതുമാത്രമല്ല, മാനസാന്തരത്തിന് അല്ലെങ്കിൽ പശ്ചാത്താപത്തിന് പ്രതിക്ക് അവസരം കൊടുത്താലും നന്നാകുമെന്ന് തോന്നുന്നില്ല. ശിക്ഷാവിധിയെക്കുറിച്ച് ചോദിച്ചപ്പോഴും പറഞ്ഞത് നിങ്ങൾക്ക് തോന്നിയത് എഴുതി പിടിപ്പിച്ചോ എന്നാണ് കോടതിയോട് വരെ ഈ പ്രതി പറഞ്ഞത്. അതുമാത്രമല്ല, നെന്മാറയിൽ ബോയൻസ് ഗാർഡൻ അവിടെ താമസിക്കുന്ന നാട്ടുകാർ ചെന്താമരയെ ഭയന്ന് പലരും നാട് വിട്ടു പുറപ്പെട്ടു പോയി. അതിൽ ഒരാൾ പുഷ്പയാണ്. പുഷ്പ എന്ന് പറയുമ്പോൾ അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കഥാപാത്രമാണ് പുഷ്പ. പുഷ്പ സജിതയ്ക്കൊപ്പം ചെന്താമര ലക്ഷ്യമിട്ട മറ്റൊരു സ്ത്രീയാണ്. പുഷ്പയും സജിതയുമാണ് ചെന്താമരയുടെ കുടുംബജീവിതം തകർത്തതെന്നും ചെന്താമരയുടെ ഭാര്യയും കുട്ടിയും പിണങ്ങിപ്പോകാൻ കാരണം ഈ രണ്ട് യുവതികളാണെന്നും ഉള്ള തെറ്റായ ധാരണ, അതാണ് ചെന്താമരയെ സജിത കൊലക്കേസിനെ പ്രേരിപ്പിക്കുന്നതും സജിതയുടെ വീട്ടിലേക്ക് കടന്നു കയറി കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. അതിനുശേഷം പുഷ്പ അവിടെ നിന്ന് നാട് വിട്ടുപോയി. നാട് വിട്ടെന്ന് പറഞ്ഞാൽ സ്ഥലമൊക്കെ ഉപേക്ഷിച്ച്, സ്വന്തം നാടൊക്കെ ഉപേക്ഷിച്ച് മറ്റെവിടെയോ പോയി താമസിക്കുകയാണ്. അതുപോലെ മറ്റു പലരും. അതുമാത്രമല്ല, ചെന്താമര 20 ലക്ഷം രൂപ പിഴയടക്കണം. ആ 20 ലക്ഷം രൂപ കൊല്ലപ്പെട്ട സജിതയുടെയും സുധാകരൻ്റെയും മക്കൾക്ക് നൽകണം. ഈ സുധാകരനും ലക്ഷ്മിയുമാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ കൊല്ലപ്പെട്ട രണ്ട് വ്യക്തികൾ. സുധാകരൻ സജിതയുടെ ഭർത്താവാണ്. ലക്ഷ്മി സുധാകരൻ്റെ അമ്മയാണ്. ലക്ഷ്മിയാണ് സുധാകരൻ്റെ പറക്കമുറ്റാത്ത രണ്ട് പെൺമക്കളെ വളർത്തിക്കൊണ്ടുവന്നത്. ആ കുട്ടികളുടെ അനാഥത്വം വലിയ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ആ കുട്ടികൾ ഭയപ്പാടോടുകൂടിയാണ് ഈ ചെന്താമരയുടെ കോടതിയിലെ വാഗ്വാദങ്ങളും കോടതിയിലെ വെല്ലുവിളിയുമൊക്കെ നോക്കിക്കണ്ടത്. ഈ സാഹചര്യത്തിലാണ് കോടതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചത്. നമുക്കറിയാമായിരുന്നു, അല്ലെങ്കിൽ നമ്മളൊക്കെയും തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നിങ്ങളോട് ചെന്താമരയുടെ വാർത്ത വിശദീകരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അയാൾക്ക് വധശിക്ഷയിൽ കുറയാതെ ഒന്നും അയാൾ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്. അയാൾ 2 പേരെ കൊലപ്പെടുത്തിയ ശേഷവും, 2 അല്ല 3 പേരെ കൊലപ്പെടുത്തിയ ശേഷവും യാതൊരു പശ്ചാത്താപവും അർഹിക്കാത്ത മനുഷ്യനാണ്. അപ്പോഴാണ് ജില്ലാ നിയമസഹായ വേദി അയാൾക്ക് വേണ്ടി രംഗത്തിറങ്ങിയതും അയാൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്നും ഒക്കെ പറഞ്ഞത്. എന്നാൽ അക്കാര്യത്തിലെങ്ങും തീർപ്പില്ല. മാനസിക പ്രശ്നമുണ്ടെന്ന് മെഡിക്കൽ ബോർഡ് തെളിയിച്ചിട്ടില്ല. മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. അതുമാത്രമല്ല, നിയമസഹായ വേദി ആവശ്യപ്പെടുന്നത് പോലെ പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുക എന്ന ധാർമ്മികമായ വാചകങ്ങളൊന്നും ഇവിടെ പ്രാപ്യമല്ല, ഇവിടെ സ്യൂട്ടബിൾ ആകില്ല എന്ന് കോടതി മനസ്സിലാക്കി. കൂടാതെ ഇയാൾ കൊലപാതകം നടത്തിയ ശേഷം വിഷം കഴിച്ചു എന്ന ഒരു വാദവും പ്രതിഭാഗം നടത്തിയിരുന്നു. പ്രതിഭാഗം പറഞ്ഞത് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. ഇയാൾ വിഷം കഴിച്ചതിന് തെളിവുകളില്ല. ഇയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പശ്ചാത്താപമോ മാനസാന്തരമോ യാതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇയാൾ കൊലപാതകം നടത്തിയ ശേഷം ഒളിവിൽ പോവുകയായിരുന്നു. അതിനുശേഷം വന്ന് പോലീസ് പിടിച്ച് കോടതിയിലെത്തിച്ച് 1.5 വർഷത്തോളം വിചാരണ നടന്ന് അതിനുശേഷം കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ച് നിങ്ങൾ കുറ്റക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഒരു കരണത്തടിച്ചാൽ മറുകരണം കൂടി കാണിച്ചു കൊടുക്കാൻ ഞാൻ ഗാന്ധിജി അല്ല എന്നാണ് പറഞ്ഞത്. ഇക്കാര്യങ്ങളൊക്കെ കോടതി ഈ വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചെന്താമര എന്ന ക്രൂരന് കോടതി വലിയ ശിക്ഷ തന്നെ, കനപ്പെട്ട ശിക്ഷ തന്നെ, വധശിക്ഷ തന്നെ നൽകിയത്. മറ്റൊരു കേസിൽ ജീവപര്യന്തം തടവനുഭവിക്കുമ്പോൾ ജാമ്യത്തിലിറങ്ങി 2 പേരെ കൊലപ്പെടുത്തിയ ശേഷം കോടതിയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ കോടതിയിൽ വാഗ്വാദം നടത്തുക, ആ പ്രതിക്ക് വേണ്ടി നിയമസഹായ വേദിയും പ്രതിഭാഗവും പല ആവശ്യങ്ങളും ഉന്നയിച്ചപ്പോൾ ആ ആവശ്യങ്ങളൊക്കെ നിരാകരിക്കപ്പെട്ടത് ഇത്തരം കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് കോടതി വ്യക്തമാക്കുന്നു. ഇതോടുകൂടിയെങ്കിലും നാട് നെന്മാറയും ആ പ്രദേശവുമൊക്കെ സമാധാനത്തിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷയാണ് പ്രോസിക്യൂഷന് ഉള്ളത്. ചെന്താമരയ്ക്ക് വധശിക്ഷ ലഭിച്ചത് അയാൾ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണെന്ന് അടിവരയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും.